അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഉപവാസം എടുക്കുമ്പം നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി. നമ്മൾ ഉപവാസം എടുക്കുമ്പം നമ്മൾ ഫസ്റ്റ് ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ രോഗികൾ അതേപോലെ തന്നെ വയ്യാത്ത ഒത്തിരി ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉപവാസം എടുക്കുമ്പോഴായാലും ഒരു നേരം എടുക്കുമ്പോഴായാലും ഫസ്റ്റ് ഒന്ന് ഹെൽത്തും കൂടെ നോക്കിയിട്ട് നമ്മൾ എടുക്കുക. നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ മാത്രം കാര്യമില്ല, ഉപവാസം എടുത്തിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് സഹായിക്കേണ്ട പോലെ സഹായിക്കണം, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ ഒത്തിരി രൂപീകരണം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്ന കാര്യങ്ങൾ നമ്മളത് മാറ്റി വെച്ചിട്ട് അതും കൂടി ഈ ഉപവാസം അല്ലെ നമ്മളൊരു നേരം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചെല്ലുമ്പം നമ്മളിപ്പോൾ മോശം പ്രവൃത്തി ചെയ്തിട്ട് ഉപവാസം എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഉപവാസത്തിലൂടെ അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഉപവാസം എടുക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഒന്നെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു സമയത്ത് ഒരു നേരമാണെങ്കിൽ ഒരു നേരം, എങ്ങനെയാണ് നിങ്ങൾ എടുക്കുക. അത് എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഫുഡ് നമുക്ക് കഴിക്കാം. അത് അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങൾ ചിലവർ എനിക്ക് തോന്നുന്നു ചിലവർ ഇറച്ചി മീനൊന്നും ആ ഒരു ഡേ കഴിക്കാറില്ല. അങ്ങനെ ആൾക്കാരുണ്ട്. ഇറച്ചി മീനും മുട്ട ആ ഒരു ദിവസങ്ങളിൽ അത് കഴിക്കാത്ത ആൾക്കാരുണ്ട്. നോൺ വെജ് പൂർണ്ണമായിട്ടും ഇല്ലാതെ വെജ് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട് ആ ദിവസങ്ങളിൽ. അപ്പൊ അങ്ങനെ എടുക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ പറ്റുന്ന പോലെ ഞാൻ പിൻ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ ആയിട്ടില്ല ഞാൻ ഇട്ട് തരാം കേട്ടോ. നിങ്ങൾ ചോദിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതല്ല. അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല, ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതിനുള്ള റിപ്ലൈ, നല്ല കാര്യങ്ങൾക്കൊക്കെ ഉള്ള റിപ്ലൈ എന്തായാലും തീർച്ചയായിട്ടും. അല്ലാതെ കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കമന്റ് ഇടുന്നവർക്കൊന്നും ഞാൻ റിപ്ലൈ തരുന്നതല്ലായിരിക്കും.